ഇപ്പോഴുള്ള മിക്ക മലയാളികളുടെയും ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, ഒരു 5 വർഷം കൂടി, അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ സെറ്റിലാകണം. പക്ഷെ ഈ 5 വർഷം കഴിയുമ്പോൾ പലരുടെയും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കും. നാട്ടിലെത്തിയാൽ മാസം ചെലവിനുള്ള പണം എവിടെ നിന്ന് വരും? വീട് വെച്ചോ, മക്കളുടെ കല്യാണം നടത്തി, പക്ഷേ സ്വന്തം കയ്യിൽ മാസവരുമാനമായി ഒന്നുമില്ലാത്ത അവസ്ഥ. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് 3 വഴികളാണ്. 1, ബാങ്ക് FD. 2, വീട് വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾ നോക്കിക്കോളും എന്ന വിശ്വാസം. 2026 ഈ കാലഘട്ടത്തിൽ ഇതൊന്നും അത്ര പ്രായോഗികമല്ല. ബാങ്ക് പലിശ കുറഞ്ഞു വരുന്നു, വാടക കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പില്ല, മക്കളുടെ കാര്യമാണെങ്കിൽ അവർക്ക് അവരുടേതായ കരിയർ തിരക്കുകളുമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ മാന്യമായ ഒരു മാസ വരുമാനം ഉണ്ടാക്കാം? അതും വെറും 5 വർഷം കൊണ്ട്. മാസം 50,000 രൂപ പെൻഷൻ കിട്ടുന്ന രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏതൊരു പ്രവാസിക്കും ഇത് സാധ്യമാണ്. അതിനുള്ള ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലക്ഷ്യം എത്രയാണെന്ന് മനസ്സിലാക്കണം. മാസം 50,000 രൂപ വരുമാനം വേണമെങ്കിൽ വർഷം 6 ലക്ഷം രൂപ കയ്യിൽ വരണം. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ സമ്പാദ്യം ബാക്കപ്പ് വേണം? സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ നിന്ന് ഏകദേശം 8% ലാഭം പ്രതീക്ഷിച്ചാൽ പോലും നമുക്ക് ഒരു 75 ലക്ഷം രൂപയുടെ ഫണ്ട് ആവശ്യമാണ്. കേൾക്കുമ്പോൾ വലിയ തുകയാ തോന്നും. പക്ഷെ അടുത്ത 5 വർഷം അച്ചടക്കത്തോടെ നീക്കിവെച്ചാൽ ഈ 75 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. മാസം 1 ലക്ഷം രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നവർ പ്രവാസികൾ ഒരു ചെറിയ വിഭാഗം മാത്രമായിരിക്കും. സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ മാസം മാറ്റിവെക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് പ്ലാൻ ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര തുകയുണ്ടോ അത് വെച്ച് തുടങ്ങാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാസം 50,000 രൂപയാണ് മാറ്റിവെക്കാൻ കഴിയുന്നതെങ്കിൽ 5 വർഷം കൊണ്ട് ഏകദേശം 40 ലക്ഷം രൂപയുടെ ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് നാട്ടിൽ മാസം 25,000 രൂപ മുതൽ 30,000 രൂപ വരെ വരുമാനം തരും. ഇനി അതും പറ്റില്ല, മാസം ഒരു 25,000 രൂപയെ മാറ്റിവെക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ പ്ലാൻ 5 വർഷത്തിന് 8 വർഷത്തേക്ക് ഒന്ന് നീട്ടുക. സമയം കൂടുമ്പോൾ നിങ്ങളുടെ പണം വളരാനുള്ള സാധ്യതയും കൂടും. ചെറിയ തുകയാണെങ്കിലും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 10 വർഷം കൊണ്ട് മാന്യമായ ഒരു പെൻഷൻ ഫണ്ട് ആർക്കും ഉണ്ടാക്കാം. പ്രധാനം എത്ര വലിയ തുക മാറ്റിവെക്കുന്നു എന്നല്ല, എത്ര കൃത്യമായി നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള തുക വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടാതെ 10 മുതൽ 12% വരെ വളർച്ച കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനായി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ബാലൻസ് ചെയ്യണം. ഒരു 40% തുക ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടാം. ഇത് പണം വേഗത്തിൽ വളരാൻ സഹായിക്കും. ഒരു 30% ഡെപ്റ്റ് ഫണ്ടുകളിലോ ബോണ്ടുകളിലോ ഇടാം. ഇത് പണത്തിന് സുരക്ഷിതത്വം നൽകും. ബാക്കി 30% സ്ഥിര വരുമാനം തരുന്ന ബാങ്ക് ഡിപ്പോസിറ്റുകളോ പോസ്റ്റ് ഓഫീസ് സ്കീമുകളോ തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നാട്ടിൽ വരുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വലിയ വീട് പണിയുന്നതിനേക്കാൾ പ്രധാനം സമാധാനമായി ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വില്ലൻ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ്. ശമ്പളം കൂടുമ്പോൾ ചെലവും കൂട്ടുന്ന സ്വഭാവം മാറ്റണം. ഈ അവസാന 5 വർഷം പണം ആർഭാടത്തിന് ചെലവാക്കാനുള്ളതല്ല, മറിച്ച് പണം ഉണ്ടാക്കാനുള്ളതാണ്. നാട്ടിൽ തിരിച്ചെത്തിയാൽ ഈ പണം എങ്ങനെ വരുമാനമാക്കി മാറ്റും? അതിന് ഏറ്റവും നല്ല വഴിയാണ് സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ അഥവാ SWP. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് മാസം ഒരു നിശ്ചിത തുക വീതം പിൻവലിച്ചാലും ബാക്കി തുക അവിടെ കിടന്ന് വളരും. ഇത് ദീർഘകാലത്തേക്ക് നിങ്ങളുടെ പണം തീർന്നു പോകാതെ സംരക്ഷിക്കും. നാട്ടിലേക്ക് മടങ്ങുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമല്ല, അതൊരു തയ്യാറെടുപ്പാണ്. 5 വർഷത്തെ കൃത്യമായ സമ്പാദ്യം നിങ്ങൾക്ക് നൽകുന്നത് സമാധാനപരമായ റിട്ടയർമെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തു തുടങ്ങുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക.